ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് 500 രൂപേൻ്റെ റണ്ണിങ് ക്ലോത്ത് 1000 രൂപേൻ്റെ റണ്ണിങ് ക്ലോത്ത് ആക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട് കേട്ടോ ക്ലോത്തുമ്മേൽ. അപ്പം ക്ലോത്തുമ്മേൽ ഇങ്ങനെ ഫ്ലവർ വരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഒരു ഫ്രെയിം എടുത്തിട്ട് ഫ്രെയിമിൽ അത് സെറ്റാക്കി വെക്കണം. പിന്നെ സൂചി എടുത്തിട്ടുണ്ട്, നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നൂല് ഞാൻ 3 ഇഴയിലാണ് നൂലെടുത്തത്. അപ്പോൾ 3 ഇഴയിൽ നൂലെടുക്കുമ്പോൾ ഒരു ഭാഗം മാത്രം കെട്ടിടുക, മറ്റുള്ള ഭാഗം അത് ഓപ്പൺ ആക്കി ഇടണം. പിന്നെ ഞാൻ മിറർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിന് ഫ്രെയിമാണ് ഞാൻ വാങ്ങിയത്. ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടല്ല കേട്ടോ ഞാൻ മിറർ വർക്ക് ചെയ്യണത്. അതിൻ്റെ ഫ്രെയിമുണ്ട്, ആ ഫ്രെയിം വാങ്ങിയേക്കാണ്. പിന്നെ ഇത് തുന്നുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ സെയിം നൂൽ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ അത് ഞാൻ ഗമ്മ് വാങ്ങിയത്, അതിന് വേണ്ടി ഒട്ടിക്കാൻ വേണ്ടി ഗമ്മ് വാങ്ങിയത് B7000 ആണ്. ഇതന്നെ എല്ലാവരും വാങ്ങാൻ നോക്കണം. കാരണം ഇത് മറ്റേ ഗമ്മൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പോരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ നല്ലവണ്ണം ഒട്ടി അവിടെ നിന്നോളും. അങ്ങനെ നമുക്ക് ഫ്രെയിമൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിന്മേൽ ഈ പൂവുമ്മേൽ സാറ്റിൻ സ്റ്റിച്ചും പിന്നെ ബീഡ്സ് വർക്കൊക്കെ വരാനുണ്ട്. ഇപ്പം ഞാൻ മിറർ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളൂ എങ്ങനെ മിറർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി നമുക്ക് മിറർ ഒന്ന് അതിന്മേൽ ഒട്ടിച്ച് കൊടുക്കുക ഗം ഉപയോഗിച്ചിട്ട്. നെക്കൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ട്. നെക്കൊക്കെ ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ നെക്കൊക്കെ ഡിസൈൻ ചെയ്യണേ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സാറ്റിൻ സ്റ്റിച്ചിൻ്റെതും പിന്നെ അതുപോലെ ബീഡ്സ് വർക്കിൻ്റെതും ഞാൻ കാണിച്ചു തരും.
ഇനി നമുക്കത് കെട്ടിടണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ഉൾഭാഗം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു കുത്ത് കൊടുക്കുക. പിന്നെ കോത്തുമേൽ തന്നെ കോത്തും കൂടി കൂട്ടിയിട്ട് കുത്തിട്ടിട്ട് ആ നൂലിൻ്റെ ഇടയിലൂടെ നമ്മൾ സൂചി കോർത്തിങ്ങിട്ട് വലിച്ചെടുക്കുക. അതുപോലെ 2 വട്ടം അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ കെട്ടായി. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ അതും കൂടി ഒന്ന് തുന്നിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മിറർ വർക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്.